റിപ്പോർട്ട് ചാനലിൽ അരുൺകുമാറിനെ കുറിച്ച് എനിക്ക് പണ്ടുപോലെ നല്ല അഭിപ്രായമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ അഭിപ്രായം മാറുകയാണ്. കേരളത്തിൽ തന്നെ മാധ്യമരംഗത്ത് ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് അരുൺകുമാർ. റിപ്പോർട്ട് ചാനലിൽ വളരെ മോശമായി പോയി. 2 കൊലപാതകത്തെയാണ് പുള്ളി ന്യായീകരിക്കുന്നത്. ഇരയുടെ ഒപ്പം നിൽക്കേണ്ട പകരം പ്രതിയെ ഇൻ്റർവ്യൂ ചെയ്യും, പ്രതിയെ സപ്പോർട്ട് ചെയ്തത് വളരെ മോശമായി പോയി. ഈ മാധ്യമരംഗത്ത് വളരെ നിഷ്പക്ഷമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. രാഷ്ട്രീയമോ മതപരമായ കാര്യങ്ങളൊന്നും നോക്കാതെ ഒട്ടും ബയസിങ് ഇല്ലാതെ നിഷ്പക്ഷമായിട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അരുൺകുമാറിനെ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന 2 സംഭവങ്ങൾ നോക്കുമ്പോൾ മാധ്യമധർമ്മം പുള്ളി പാലിച്ചിട്ടില്ല. കുറച്ചെല്ലാം എത്തിക്സ് ഉള്ള ആളാണ് വിചാരിച്ചത് അരുൺകുമാർ. ഈ 2 കേസിൽ ന്യായീകരിച്ച് ശരിയായില്ല. വണ്ടുപെരിയാർ കേസായാലും വയനാട്ടിലെ കേസായാലും ഇത് മാധ്യമരംഗത്തിലെ ഒരു എത്തിക്സ് ഇല്ലായ്മ ആണ് കാണിക്കുന്നത്. ഒരു എത്തിക്സ് ഇല്ല, മനുഷ്യത്തില്ലാത്ത പ്രവൃത്തിയാണ്. അരുൺകുമാറിന് പ്രതീക്ഷിച്ചില്ല. അരുൺകുമാർ നല്ലൊരു മാധ്യമപ്രവർത്തനമായിരുന്നു. ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തായാലും വ്യക്തിപരമായിട്ടും എല്ലാ രീതിയിലും എനിക്ക് അയാളോട് വിയോജിപ്പുണ്ട് അരുൺകുമാറിനോട്. റിപ്പോർട്ട് ചാനലിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നപ്പോൾ വളരെ മോശമായിപ്പോയി. ഇത് പുള്ളിന് പ്രതീക്ഷിച്ചില്ല. നല്ലൊരു മാധ്യമപ്രവർത്തനമാണ് വിചാരിച്ചത്. അരുൺകുമാറിന് പ്രതീക്ഷിച്ചില്ല. സിദ്ധാർത്ഥൻ്റെ കേസാണെങ്കിൽ നമുക്ക് പാലക്കാടിലെ മധുവിൻ്റെ കേസായിട്ട് കമ്പയർ ചെയ്യാം. ഒരു മനുഷ്യത്തില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. നിഷ്പക്ഷമായിട്ടാണ് മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്, ആദ്യം പക്ഷത്ത് ചേരാതെ. ഇത് പലരുടെ പക്ഷത്ത് ചേർന്നിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ വണ്ടുപെരിയാറിൽ ചെറിയ പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കോർട്ടിലും ജസ്റ്റിസ് കിട്ടാതെ പോയാൽ അതന്നെ ന്യായീകരിക്കുക. എങ്ങനെയാണ് എന്ത് പറ്റി ഈ കേരളത്തിലിപ്പോൾ കേരളത്തിൽ എവിടെയും ഇപ്പോൾ മനുഷ്യത്വമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ബലാത്സംഗം ചെയ്തത്. മറ്റേ ആൾക്ക് 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ. ഇതിൽ എങ്ങനെ ഈ 2 സംഭവത്തെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും? അരുൺകുമാർ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് നല്ല അഭിപ്രായമാണ് അരുൺകുമാറിനെ കുറിച്ച്. പക്ഷെ ഇങ്ങനത്തെ ഇത് മാധ്യമരംഗത്ത് ഒരു എത്തിക്സ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ആദ്യം പോലീസ് ചോദിക്കുന്ന സമയത്ത് അർജുൻ അത് മറന്നു. അത്രയും മാനസികാവസ്ഥയിലായിരുന്നു. അപ്പം അർജുനോട് പോലീസ് ഇത് വളരെ നിഷ്പക്ഷമായിട്ട് രീതിയിലായിരുന്നു ഡീൽ ചെയ്യേണ്ടത്. അതിൽ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അങ്ങനത്തെ താല്പര്യങ്ങൾ വെച്ചത് വളരെ മോശമായിപ്പോയി. അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രതീക്ഷിച്ചില്ല. ഇത് കേരളത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒരു വളരെ നാണക്കേണ്ടാക്കുന്ന കാര്യമാണ്. ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നതാണ് മാധ്യമരംഗം. ആ മാധ്യമരംഗത്തെ കളങ്കത വന്നതായിട്ട് തോന്നുന്നു. ഒരിക്കലും ഇയാളുടെ പ്രതീക്ഷിച്ചില്ല. വളരെ മോശമായിപ്പോയി. കേരളത്തിൻ്റെ മനസ്സാക്ഷി ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. എത്രയോ പേരൻസിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. അവരുടെ മക്കളെ ഇങ്ങനെ ചെയ്തപ്പോൾ വളരെ മോശമായിപ്പോയി. ഇങ്ങനെ ഒരിക്കലും ഷാജി തെളിവായാലാണ് വണ്ടിപേരിൽ കേസിലായാലും രക്ഷപ്പെട്ടത് കോടതിയിൽ നിന്ന്. വളരെ മോശമായിപ്പോയി. ഇത് അരുൺകുമാർ നല്ല മനുഷ്യനാണ് വിചാരിച്ചത്. ഒരു മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയായിപ്പോയി. ഒട്ടും മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയായിപ്പോയി. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.